മച്ചൻ പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്നൊരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് വരുന്നത്. നമ്മൾ കുട്ടികളെ കൂടെ മാങ്ങ പറിക്കാൻ പോയിട്ട് മാങ്ങേനെ കൊണ്ട് ചെറിയൊരു സംഭവം ഉണ്ടാക്കുന്നുണ്ട്. പണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് കാലത്ത് നമ്മൾ ചെറുപ്പത്തിൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളൊരു സാധനമാണ്. പിന്നെ പച്ചമാങ്ങയും അതേപോലെ പറങ്കിയും കഞ്ഞീൻ്റെ വെള്ളമെല്ലാം ആയിട്ട് പിന്നെ നല്ലൊരു അടിപൊളി ടേസ്റ്റുള്ള സാധനം. അത് പിന്നെ അന്നേരമെല്ലാം നമുക്ക് കൂടുതൽ കഴിക്കാൻ വേറെ ഭക്ഷണ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഉച്ച സമയത്തും വൈകുന്നേരമായിട്ട് അങ്ങനെ മാവിൻ്റെ ചുവട്ടിൽ പോയി നിന്നിട്ട് മാങ്ങയും പറിച്ചിട്ട് അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു ഓർമ്മയുണ്ട്. ആ ഒരു ഓർമ്മയിൽ നമ്മൾ അതെല്ലാവർക്കും പങ്കുവെക്കാമെന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ ഒരു കുഞ്ഞു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് ഇരുന്നിട്ട് കാണുക. അതിലിടയിലൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പെട്ടെന്നൊന്ന് വന്നിട്ട് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം വീഡിയോ മുഴുവനായിട്ട് കാണുക. നേരെ മാങ്ങ പറിക്കാൻ വേണ്ടി പോകാൻ കാത്തു നമ്മളെടുത്തേക്കാ പോകുന്നത് കാന്തിയുടെ അളപ്പിലേക്കല്ലേ. അപ്പം എന്താ പരിപാടി? ഒരു പുതിയ സാധനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ മാങ്ങേനെ കൊണ്ട് ഒരു പുതിയൊരു സാധനം കഞ്ഞിവെള്ളത്തിൽ മാങ്ങ ഇട്ടിട്ട് ഒരു പുതിയ സാധനം ഉണ്ടാക്കാൻ പോകുന്നുണ്ടല്ലേ. അപ്പോൾ നമുക്ക് നേരെ കാന്തിയുടെ അളപ്പിലേക്ക് വിടാം അല്ലേ. ആ വാ. അപ്പം കിച്ചും കാത്തും തേജും ഞാനെല്ലാം കൂടിയിട്ട് പിന്നെ മാങ്ങ പറിക്കാൻ വേണ്ടി പോന്നിട്ട് മാങ്ങ ഉണ്ടോയെന്നൊന്നും അറിയില്ല. പോയി നോക്കണം. ഇപ്രാവശ്യം മാങ്ങയെല്ലാം വളരെ കുറവാണ്. അപ്പോൾ ഉണ്ടോയെന്ന് നോക്കണം. അത്ര കഴിഞ്ഞ പ്രാവശ്യം ഇഷ്ടം പോലെ മാങ്ങയുണ്ടായിരുന്നു. ഇപ്രാവശ്യം മാങ്ങ തീരെയില്ല. ഇപ്രാവശ്യം ഏടി വിഭാഗത്തൊന്നും ഏടി ആയിട്ടില്ല. അപ്പോൾ ഏടി ഉണ്ടോയെന്ന് തന്നെ സംശയമാണ്. പോയിട്ട് ജസ്റ്റ് ഒന്ന് നോക്കണം അത്രേ. അപ്പോൾ പിന്നെ ഒരു കുന്നെല്ലാം കയറിയിട്ട് മേലോട്ടെത്തണം. കുറച്ച് ടാസ്ക് പിടിച്ച പണിയാണ് കുന്നിൻ്റെ മേലോട്ടേക്ക് എത്തൽ. പണ്ട് നമ്മളെല്ലാം സ്ഥിരം വീട് തന്നെയാണ് മാങ്ങ പറിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മേലെ കയറിയിട്ട് നോക്കട്ടെ മാങ്ങ ഉണ്ടോ നോക്കട്ടെ. കിച്ചു ശ്രദ്ധിച്ച് നടക്കണേ. മുള്ളെല്ലാം ഉണ്ടാവും. ശ്രദ്ധിച്ച് നടക്കണം. ഇവരിപ്പോൾ എന്തോ ഒരു ടൂർ വന്ന മാതിരിയാ ഉള്ളേ. നമ്മൾ ഇത്ര സമയം വന്നിട്ട് എല്ലാടിക്കും പരിധി ഏടി മാവ് പൂത്തിട്ടില്ല. ഇത്രയും വരെ വന്നത് വെറുതെ അയച്ചു. അപ്പോൾ ഇപ്പോൾ പറയുന്നത് കാത്തുവിൻ്റെ വീട്ടിൽ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി നേരെ നമുക്ക് കാത്തുവിൻ്റെ വീട്ടിലേക്ക് വിടാം അല്ലേ കാത്തു? അപ്പോൾ നേരെ നമുക്ക് വീട്ടിലേക്ക്. കിച്ചു റെഡിയല്ലേ? ഇത്രയും പേരെ കുന്നെല്ലാം കയറി വന്നത് വേസ്റ്റാണ്. എന്നാലും സാറില്ല, നമുക്ക് പോയിട്ട് കാത്തുവിൻ്റെ വീട്ടിൽ നിന്ന് നമുക്ക് മാങ്ങ പറിക്കാം അല്ലേ. അതെ വീഴുന്ന കിച്ചു വീഴുന്ന. കിച്ചു ശ്രദ്ധിച്ച് കിടക്ക്. അപ്പോൾ റിട്ടേൺ നല്ല പോണേ. നല്ല ഈ ഭാഗത്തെല്ലാം കംപ്ലീറ്റ് കാട്ടുപന്നീൻ്റെയും മുള്ളംപന്നീൻ്റെയും ഏരിയ എന്താ. ഇവിടെയെല്ലാം ഒരുപാട് തേങ്ങ വിരിച്ചിട്ടുണ്ട്. മുള്ളംപന്നി തേങ്ങ വിരിച്ചിട്ടുണ്ട്. ഒരുപാട് തേങ്ങേൻ്റെ ചേരിയുണ്ട് ഇവിടെയല്ലോ. കംപ്ലീറ്റ് മുള്ളംപന്നി വിരിച്ചിട്ടതാണ്. തേജു ഒന്നുമില്ല, ഏടിയും മാങ്ങിയില്ല. അപ്പോൾ നമുക്ക് നേരെ കാത്തുവിൻ്റെ അടുത്തേക്ക് പോകാം. ഞാൻ അപ്പുറം ആടിയിടിങ് ഉണ്ടോയെന്ന് വെച്ചിട്ട് അങ്ങോട്ട് പോയി നോക്കിയേ. ആടിയിടിയില്ല. എറിഞ്ഞോ വേറെ രക്ഷയൊന്നുമില്ല. കയറാനൊന്നും പറ്റില്ല. എറിഞ്ഞിട്ടോ നമുക്ക് എറിഞ്ഞോ. വലിയ കല്ലെടുക്ക്. നമുക്കൊരു വാങ്ങട്ടി നമുക്ക് വീട്ടിൽ പോയിട്ട് സംഭവം വരുന്ന വഴിക്ക് നമ്മള് ജെറിയ എടുത്തിട്ട് നമുക്ക് ജെറിയും കൂടി പറിച്ചിട്ട് വീട്ടിലേക്ക് താഴെ ഉണ്ടാകാൻ എടുത്തു. എത്ര കിട്ടി? കിച്ചുന് കിട്ടിയില്ല. നന്നായിട്ടേ
ഇത് പച്ചയാണ് പഴുപ്പ് ഉണ്ടാടാ. ആ ഇതെന്തല്ലോ ചെയ്യണം, ഇത് ഇങ്ങനെ തിന്നാൻ പറ്റില്ല ശരിക്ക്. ഉപ്പുമുളക് കൂട്ടിട്ടുണ്ട്. യാ അത് എടുക്കല അതാണ് അതിന്റെ കറുത്ത അവൻ സാറ ആ ചോര മറ്റേ ചുവപ്പ് പോവാ. എനിക്ക് മാങ്ങ കഴുകണം. മാമി ഒത്തിരി മാങ്ങ ഇട്ടിട്ട് നമുക്ക് മുളക് വാട്ടിയെടുക്കാം. പണ്ട് നമ്മൾ അടുപ്പിലിട്ട് ചുട്ടിട്ടെടുക്കാം. അടുപ്പിൽ ആക്കാത്തത് കൊണ്ട് ഗ്യാസിൽ നിന്ന് ചുട്ടെടുക്കാം. നമ്മള് മാങ്ങേനം പറിച്ച് കുളിച്ച് റെഡിയായി വരുമ്പോഴത്തേക്ക് മാമി മാങ്ങേനെ കൊണ്ട് ആക്കേണ്ട സംഭവം ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആക്കാം. കിച്ചു ടൈമിൽ വാങ്ങ കൊടുത്താൽ കിച്ചു ചിലപ്പോൾ തിന്ന് തീർത്ത കളയും. പൊട്ടെടുക്കേ. നമ്മൾ പണ്ട് ഇങ്ങനെ ആക്കലുണ്ട്. ഇങ്ങനത്തെ കിണ്ണല്ല, പണ്ട് മറ്റേ ഓട്ടിന്റെ എണ്ണ അല്ല, ഇപ്പം സ്റ്റീലിന്റെ എണ്ണ. ഇത് കഞ്ഞീന്റെ വെള്ളമാണ്. കഞ്ഞീന്റെ വെള്ളത്തിൽ കുറച്ച് ഉപ്പിട്ട് ഉപ്പിട്ട് മുളക് മുക്കിട്ടുണ്ടാ. അപ്പോൾ നമ്മൾ നേരത്തെ വാട്ടി വെച്ച എരിയാണോ? എരിവല്ല അതിന്റെ ടേസ്റ്റ്. കിച്ചുവിന്റെ മൂട് വയ്ക്കാൻ മാങ്ങ അടിച്ചിട്ട് ആടെ കിച്ചു ഇതിങ്ങനെ തന്നെ ഉണ്ടാവുക. ഇപ്പല്ലേ നിങ്ങൾക്ക് ഷവർമ്മയും ഷവായിയും ചിക്കൻ റോളും എല്ലാം എന്താ. പണ്ട് പാപ്പനും മാമിയെല്ലാം എന്താ ഇങ്ങനത്തെ സാധനം എല്ലാന്ന് 10 മണിക്കെല്ലാം തിന്നുക. നമ്മളതാണ് എടുക്കാൻ വരാം. മാങ്ങ പോയിട്ട് കലത്ത് മാങ്ങ കഞ്ഞിക്കത്തിൽ പോയിട്ട് വെള്ളം പോയിക്കൊണ്ടു. എന്നിട്ട് നല്ലോണം ഉപ്പ് ഇട്ട് മുളക് ആക്കി ഇതാണ് അന്നേരം നമ്മളെ ഭക്ഷണം കിച്ചു. ഇത് കുടിച്ചു നോക്കിയാട്ടെ. കുടിച്ചു നോക്കിയാൽ എന്തിട്ട് നോക്കിയാട്ടെ, ടേസ്റ്റ് നോക്കിയാ. തേജുവിനും കൊടുക്ക്. അത് ചവച്ച് തിന്നണോ? അതിന്റെ പേരും ചവച്ച് തിന്ന് കഴിച്ചോ? ആ അതും വെള്ളവും ഇതും കൂടി ചവച്ചിട്ട് ചവച്ചരച്ച് കഴിക്കുക. എന്തുണ്ട് ടേസ്റ്റ്? അടിപൊളിയാ. നല്ല പുളിയില്ലേ? ഒരു വെറൈറ്റി ടേസ്റ്റ് അല്ലേ? മുളക് എരിവിലേക്ക് തിന്നും. കിച്ചേണ്ടെന്ന് അധികമാക്കാൻ നമ്മൾ പണ്ടാങ്കിൽ ഒരുപാട് എരിവാക്കും, നല്ല എരിവാക്കും. പണ്ട് തന്നെയല്ലേ പണി. മാവിൻ്റെ വണ്ടൊക്കെ പോയിട്ട് മാങ്ങ എറിഞ്ഞിടും, മുളകും ഉപ്പും ഇതെല്ലാം കൂട്ടി തിന്നും. നല്ല എരിവുണ്ട്. എരിവില്ലാന്നൊക്കെ തൊണ്ടക്ക് പിടിച്ചത്. അപ്പോൾ നമ്മളെ ഇന്നത്തെ മാങ്ങയും കഞ്ഞിവെള്ളവും കൊണ്ടുണ്ടായ ഇത് അടിപൊളിയായിട്ടുണ്ട്. പണ്ടത്തെ അതേ ടേസ്റ്റ് കിട്ടിയിട്ടുണ്ട്. മാങ്ങയും കഞ്ഞിവെള്ളം അടിപൊളിയായിട്ടുണ്ട്. ഇതുപോലെയുള്ള പഴയ വിഭവങ്ങളെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചേരാൻ നമ്മൾ ഇനിയും ശ്രമിക്കും. അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബായ്. ബൈ.